ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ച് കാണുവാൻ കഴിയും. ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന ദൈവശബ്ദം അവിടെ അബ്രഹാം തിരിച്ചറിയുകയാണ്. അവിടെ ഇസഹാക്കിന്റെ ജനനം തന്നെ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ദാനമായി തന്ന ഏകപുത്രനെ ദൈവം തിരിച്ചു ചോദിക്കുമ്പോൾ അബ്രഹാം അനുസരണക്കേട് കാണിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, നാം പറയുന്നത് പോലെ ഇത് ദൈവമായിരിക്കുമോ? ഇത് ദൈവം ഒന്നുമല്ല, എന്റെ തോന്നല്ല. കാരണം എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ദൈവം ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ദൈവമായിരിക്കത്തില്ല എന്ന തീരുമാനത്തില് പലപ്പോഴും നാം എത്തിച്ചേരാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നതൊന്നും ദൈവത്തിൽ നിന്നല്ല എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പ്രിയ ദൈവത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദോഷമായതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല. എന്നാൽ ഇപ്പോ നിങ്ങൾ എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ കുറച്ച് ദുഷ്കരമാണെങ്കിലും അതിന്റെ അവസാനം ഒരു അനുഗ്രഹമാകുമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യം.